ഹെവി വെയ്റ്റ് സ്റ്റോക്കുകളിൽ വന്ന ബൈയിങ് മൊമെന്റത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റ് മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുകയും നിഫ്റ്റി 0.52% ഉയർന്ന് 24,813 ക്ലോസിംഗ് നൽകുകയും ചെയ്തു. ഇന്ന് മിഡ് ക്യാപ് ഇൻഡെക്സും സ്മോൾ ക്യാപ് ഇൻഡെക്സും ഡീസന്റ് പെർഫോമൻസ് കാഴ്ചവെച്ചു. മിഡ് ക്യാപ് ഇൻഡെക്സ് 0.90%, സ്മോൾ ക്യാപ് ഇൻഡെക്സ് 0.51% ഉയർന്നു. നിഫ്റ്റി കൺസ്യൂമർ ഡ്യൂറബിൾസ് ഒഴികെ മറ്റെല്ലാ സെക്ടറുകളിലും ബൈയിങ് മൊമെന്റം ശക്തമായിരുന്നു. റിയാലിറ്റി ഇൻഡെക്സ് 1.72, നിഫ്റ്റി ഫാർമ 1.52, നിഫ്റ്റി ബാങ്ക് 0.36, PSU ബാങ്കും പ്രൈവറ്റ് ബാങ്കും 0.67%, 0.11%, നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസ് 0.56% ഉയർന്നു. നിഫ്റ്റി 50-ലെ 50 സ്റ്റോക്കുകളിൽ 37 സ്റ്റോക്കുകളും ഇന്ന് പോസിറ്റീവ് സൈഡിൽ ക്ലോസിംഗ് നൽകി. ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് 5% ഉയർന്നു. ടാറ്റാ സ്റ്റീൽ 1.93%, സിപ്ല 1.83% ഉയർന്നു. അതേസമയം ഇൻഡസൻഡ് ബാങ്ക് ഇന്ന് 2% ഇടിഞ്ഞു. JSW സ്റ്റീൽ 1%, കോട്ടക് മഹീന്ദ്ര ബാങ്ക് 0.84% ഇടിഞ്ഞു. ഇന്ന് മാർക്കറ്റിൽ ഒരു സ്ട്രോങ് ബൈയിങ് കാണാൻ സാധിച്ചെങ്കിലും മാർക്കറ്റിൽ വന്ന ബൈയിങ്ങിനെ ഒരു റിക്കവറി ആയിട്ട് വിശേഷിപ്പിക്കാൻ സാധിക്കുകയില്ല. പ്രത്യേകിച്ചും ഇന്ന് മാർക്കറ്റിൽ വന്ന ബൈയിങ്ങിനെ ഒരു ഷോർട്ട് കവറിംഗ് ആയിട്ട് വേണമെങ്കിലും വിശേഷിപ്പിക്കാം. അതിനുള്ള പ്രധാന കാരണം കഴിഞ്ഞ 2 ദിവസം ഇന്ത്യൻ മാർക്കറ്റിൽ പ്രോഫിറ്റ് ബുക്കിംഗ് ആയിരുന്നു. ആ പ്രോഫിറ്റ് ബുക്കിങ്ങിന് ശേഷം വന്ന ഒരു ഷോർട്ട് കവറാണ് ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിനെ 0.5% ഉയർത്തിയത്. കൂടാതെ ചില ഫാക്ടറുകൾ മാർക്കറ്റിൽ അൺസർട്ടനിറ്റി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര കരാറിൽ ഇതുവരെയും ഒരു ധാരണയിലെത്തിയിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട ആശങ്കകൾ ഇന്ത്യൻ മാർക്കറ്റിനെ പലപ്പോഴും പ്രതികൂലമായി ബാധിക്കുന്നു. കൂടാതെ US റേറ്റിംഗ് കമ്പനിയായ മൂഡീസ് അമേരിക്കയുടെ ക്രെഡിറ്റ് റേറ്റിംഗ് റെഡ്യൂസ് ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും ഇന്ത്യൻ മാർക്കറ്റിൽ കഴിഞ്ഞ ദിവസം സെല്ലിംഗ് നടത്തിയിട്ടുണ്ട്. ഇതൊക്കെ വരും ദിവസങ്ങളിൽ ഇന്ത്യൻ മാർക്കറ്റുമായി ബന്ധപ്പെട്ട അസ്ഥിരതകൾ അല്ലെങ്കിൽ ആശങ്കകൾ വർദ്ധിപ്പിക്കുന്ന ഫാക്റ്റുകളാണ്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ മാർക്കറ്റിൽ ഒരു റിക്കവറി വന്നു എന്ന് നമ്മൾക്ക് ഒരിക്കലും ഉറപ്പിച്ച് പറയാൻ സാധിക്കുകയില്ല. ഇന്ന് വന്ന പ്രധാനപ്പെട്ട ഒരു എക്കണോമിക് ഡേറ്റയാണ് ഇന്ത്യയുടെ ഇൻഫ്രാസ്ട്രക്ചർ ഔട്ട്പുട്ട് ഡേറ്റ. ഇന്ത്യയുടെ ഇൻഫ്രാസ്ട്രക്ചർ ഔട്ട്പുട്ട് ഇയർ ഓൺ ഇയറിൽ 0.5% വർദ്ധിക്കുകയും ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഏപ്രിൽ മാസത്തെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ 4.6% ഉയരുകയും ചെയ്തു. സെക്ടോറിയൽ പെർഫോമൻസിൽ ഇന്ന് എടുത്തു പറയത്തക്ക പെർഫോമൻസ് കാഴ്ചവെച്ച ഒരു സെക്ടറാണ് ഫാർമ സെക്ടർ. US ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹെൽത്ത് ആൻഡ് ഹ്യൂമൻ സർവീസ് ബയോസിമിലർ ഡ്രഗ് മേക്കേഴ്സിൻ്റെയും ജനറിക് ഡ്രഗ് മേക്കേഴ്സിനും അനുകൂലമായ ചില പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റുകൾ പുറത്തുവിട്ടതിൻ്റെ പശ്ചാത്തലത്തിൽ ഫാർമ സെക്ടറിലെ സ്റ്റോക്കുകളിലെല്ലാം ഇന്ന് ബൈയിങ് മൊമെൻറ്റം പ്രകടമായിരുന്നു. പ്രമുഖ ഫാർമ സെക്ടറിലെ പല സ്റ്റോക്കുകളും ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചു. ഗ്ലാൻഡ് ഫാർമ 4.57, നാറ്റ്കോ ഫാർമ 2.5, ആൽക്കം ലബോറട്ടറീസ് 2.28, സിപ്ല 1.87, അബോട്ട് 1.80, സൺ ഫാർമ 1.42%, ഗ്ലെൻമാർക്ക് ഫാർമ 0.13% ഒക്കെ ഉയർന്നു. ചില കമ്പനികൾ മികച്ച ക്വാർട്ടർലി റിസൾട്ട് പുറത്തുവിട്ടതിൻ്റെ പശ്ചാത്തലത്തിൽ ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട്. ഗബ്രിയേൽ ഇന്ത്യ ഇന്ന് 6% ഉയർന്നു. കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 31% വർദ്ധിക്കുകയും റവന്യൂ 17% വർദ്ധിച്ചതുമാണ് ഗബ്രിയേൽ ഇന്ത്യ എന്ന സ്റ്റോക്ക് ഡീസൻറ്റ് പെർഫോമൻസ് നടത്തിയതിന് പിന്നിലെ പ്രധാന കാരണം. റാംസൺസ് ഇൻഡസ്ട്രീസ് എന്ന സ്റ്റോക്കിലും ഇന്ന് 3% റാലി വന്നു. കൺസോളിഡേറ്റഡ് നെറ്റ് പ്രോഫിറ്റ് 15% വർദ്ധിച്ചതും റവന്യൂ 4% വർദ്ധിച്ചതും സ്റ്റോക്കിൻ്റെ മൂവ്മെൻറ്റിന് പിന്നിലെ ഒരു പ്രധാന ട്രിഗറായി പ്രവർത്തിച്ചു. JK ടയർ എന്ന സ്റ്റോക്കിൽ ഇന്ന് 13% റാലിയാണ് വന്നത്. കമ്പനിയുടെ കൺസോളിഡേറ്റഡ് നെറ്റ് പ്രോഫിറ്റ് 88% വർദ്ധിച്ച് 97 കോടിയും റവന്യൂ 2.31% വർദ്ധിച്ച് 3758 കോടിയുമായി ഉയർന്നതിൻ്റെ പശ്ചാത്തലത്തിൽ JK ടയർ എന്ന സ്റ്റോക്ക് ഇന്ന് മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട്. NHPC ഇന്ന് 1.17% ഉയർന്നു. കമ്പനിയുടെ കൺസോളിഡേറ്റഡ് നെറ്റ് പ്രോഫിറ്റിൽ 51%, റവന്യൂവിൽ 24%-നടുത്തുള്ള വളർച്ച കൈവരിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് NHPCയും ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചത്. ഡിഫൻസ് സെക്ടറിൽ ഭാരത് ഇലക്ട്രോണിക്സ് എന്ന സ്റ്റോക്കിലും 5% ബൈയിങ് വന്നിട്ടുണ്ട്. ഭാരത് ഇലക്ട്രോണിക്സിന് ഡൊമസ്റ്റിക് ബ്രോക്കേജുകൾ ബൈ എന്ന റേറ്റിംഗും 430 രൂപയുടെ ടാർഗറ്റ് നൽകിയതിൻ്റെ പശ്ചാത്തലത്തിലാണ് സ്റ്റോക്കിൽ ബൈയിങ് മൊമെൻറ്റം വന്നത്. ഇനി നാളത്തെ ട്രേഡിംഗ് സെഷന് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ നാളത്തെ ട്രേഡിങ്ങിന് ആവശ്യമായിട്ടുള്ള നിഫ്റ്റിയുടെ ടെക്നിക്കൽ അനാലിസിസിലേക്ക് കടക്കാം. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ നിഫ്റ്റി 24,800 മുകളിൽ പോസിറ്റീവ് ക്ലോസിംഗ് നൽകിയെങ്കിലും 24,700 അതായത് 10-day എക്സ്പൊണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ച് തന്നെയായിരിക്കും നാളത്തേക്കുള്ള ഒരു പ്രധാന സപ്പോർട്ടായി പ്രവർത്തിക്കുക. കൂടാതെ വരും സമയങ്ങളിൽ 24,400-നും 25,200-നും ഇടയിലുള്ള ഒരു റേഞ്ച് ബൗണ്ട് മൂവ്മെൻറ്റിന് വേണം നമ്മൾ തയ്യാറെടുക്കാൻ. 24,400 സപ്പോർട്ടായും 25,200 വീക്ക്ലി ബേസിസിൽ റെസിസ്റ്റൻസ് ആയും പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട്.
ഇന്നത്തെ നിഫ്റ്റിയുടെ ഡെയിലി ക്യാൻഡിൽ പാറ്റേൺ നമ്മൾ പരിശോധിച്ചാൽ അവിടെ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ഫോം ചെയ്തെങ്കിലും ഹയർ അല്ലെങ്കിൽ അപ്പർ ഷാഡോയോട് കൂടിയ ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ് ഫോം ചെയ്തിരിക്കുന്നത്. അതായത് ഹയർ സൈഡിൽ നിഫ്റ്റിയിൽ റെസിസ്റ്റൻസ് ശക്തമാണ് എന്നുള്ള സൂചനയാണ് ഇന്നത്തെ ബുള്ളിഷ് ക്യാൻഡിൽ നൽകുന്നത്. ഇന്നത്തെ ഇൻട്രാഡേ ഹൈ ആയ 24,946 മാർക്കറ്റിൻ്റെ നാളത്തെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ആയി പ്രവർത്തിക്കും. അതിന് മുകളിൽ 25,100, 25,200 തുടങ്ങിയവയും നാളത്തെ ട്രേഡിംഗ് സെഷനിലെ റെസിസ്റ്റൻസ് ലെവലുകളായി പ്രവർത്തിക്കും. 24,669 എന്ന ഇൻട്രാഡേ ലോ ആയിരിക്കും ഇന്നാളത്തെ പ്രധാന സപ്പോർട്ടായി പ്രവർത്തിക്കുക. 24,669, 24,700 അതായത് 10-day എക്സ്പൊണൻഷ്യൽ മൂവിംഗ് ആവറേജ്, ഈ രണ്ട് സപ്പോർട്ടുകൾ നഷ്ടമായാൽ 24,500ലേക്കും 24,400ലേക്കും മാർക്കറ്റ് ഇടിയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇവിടെ 24,200 വീക്ക്ലി ബേസിസ് നോക്കുകയാണെങ്കിലും ഒരു കുഷൻ സോണായി പ്രവർത്തിക്കും. അതിന് പിന്നിലെ പ്രധാന കാരണം 24,400 20-day എക്സ്പൊണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചിനോടൊപ്പം തന്നെ 62% ഫിബനാച്ചി റിട്രേസ്മെൻറ്റ് ലെവലിലെ സപ്പോർട്ട് കൂടിയാണ്. അതോടൊപ്പം തന്നെ 24,400 ഒരു സ്ട്രോങ് സപ്പോർട്ടായി പ്രവർത്തിക്കും. 24,400 മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുന്നിടത്തോളം കാലം ഷോർട്ട് ടൈമിലെ ട്രെൻഡ് പോസിറ്റീവായി തന്നെ തുടരുകയും ചെയ്യും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്